Hi dear students, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ഒരു സെറ്റിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം സെറ്റ്സിന്റെ ഓപ്പറേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലെ. യൂണിയനും ഇന്റർസെക്ഷനും ഡിഫറൻസും എന്നൊക്കെ പറയുന്ന ഓപ്പറേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ നമുക്ക് മനസ്സിലായി നമ്മുടെ നമ്പർ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് എൻ്റർലി ഡിഫറെന്റ് ആണ് അല്ലെ. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആണ് എന്ന് പറയുന്ന യൂണിയനും ഇന്റർസെക്ഷനും പിന്നെ എന്താണ് ഡിഫറൻസും എന്നൊക്കെ പറയും. അപ്പൊ സെറ്റ്സിനകത്തുള്ള ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്, നമുക്ക് മനസ്സിലാവും. അതേ കണക്കാണ് നമുക്ക് ഡിഫൈൻ ചെയ്യാനുള്ളത്. വാട്ട് ഇസ് എ കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ്? ഒരു സെറ്റിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓക്കെ, അപ്പൊ നമുക്ക് എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഒരു സെറ്റിന്റെ കോംപ്ലിമെന്റ് പറയണമെങ്കിൽ വി മസ്റ്റ് ഹാവ് ദ യൂണിവേഴ്സൽ സെറ്റ് അസോസിയേറ്റഡ് വിത്ത് എ സെറ്റ്. നമുക്ക് തന്നിരിക്കുന്ന സെറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു യൂണിവേഴ്സൽ സെറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാനൊക്കത്തുള്ളൂ, കോംപ്ലിമെന്റ് നമുക്ക് ഡിഫൈൻ ചെയ്യാനൊക്കത്തുള്ളൂ. കോംപ്ലിമെന്റ് നമുക്ക് വളരെ ഈസി ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാനൊരു കാര്യം ചെയ്യുന്നു, നിങ്ങളുടെ സ്കൂളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ് എന്ന് പറയുന്നതാണ് എന്റെ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയും. ഓക്കെ, ഞാനൊരു യൂണിവേഴ്സൽ സെറ്റ് ഞാൻ കൺസിഡർ ചെയ്യുന്നു. യു എന്ന് പറയുന്ന യൂണിവേഴ്സൽ സെറ്റ് സ്റ്റുഡൻസ് ഓഫ് യുവർ ക്ലാസ് ഇത് all students. Okay, and I am taking capital A as boys in your class. Okay, അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് സെറ്റുകൾ ഞാൻ കൺസിഡർ ചെയ്തു. എ എന്ന് പറയുന്ന ഒരു സെറ്റ് ബോയ്സ് ഇൻ യുവർ ക്ലാസ്സും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു യു എന്ന് പറയുന്ന സെറ്റ് അല്ലെങ്കിൽ യു എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സൽ സെറ്റ് ഞാൻ കൺസിഡർ ചെയ്തു. ദേ ആർ ദ സ്റ്റുഡൻസ് ഓഫ് യുവർ ക്ലാസ്. നിങ്ങളുടെ ക്ലാസ്സിനകത്തുള്ള സ്റ്റുഡൻസ് ആണ് അതെന്ന് പറയുന്നത്. ടോട്ടൽ സ്റ്റുഡൻസിനെയാണ് നമ്മളവിടെ യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ബി ദ കോംപ്ലിമെന്റ് ഓഫ് ദി ഗിവൺ സെറ്റ് ക്യാപിറ്റൽ എ, ഓർ വാട്ട് വിൽ ബി ദ കോംപ്ലിമെന്റ് ഓഫ് ബോയ്സ്? ബോയ്സിന്റെ കോംപ്ലിമെന്റ് എന്താണ്? ബോയ്സിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ക്ലാസ്സിൽ ഇനി ഉള്ളത് ഗേൾസ് ആണുള്ളത് അല്ലെ. നമ്മളൊരു ക്ലാസ്സിലെ സ്റ്റുഡൻസ് പറയുമ്പോൾ അവിടെ ബോയ്സും ഉണ്ടാവും ഗേൾസും ഉണ്ടാവും. അപ്പൊ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഞാൻ ബോയ്സ് ആയിട്ട് എടുത്തിരിക്കുകയാണ്, ബോയ്സിന്റെ ഒരു ക്ലാസ് ആയിട്ട് എടുത്തിരിക്കുകയാണ്. അങ്ങനെയാണെന്നെങ്കിൽ ഈ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് നിങ്ങൾ ഏത് സെറ്റിന്റെ കോംപ്ലിമെന്റ് ആണോ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ സെറ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി ആ യു എന്ന് പറയുന്ന സെറ്റിനകത്ത് ആരൊക്കെ ഉണ്ടാവും അതിന്റെ ടോട്ടൽ സെറ്റിനെയാണ് നമ്മൾ കോംപ്ലിമെന്റ് ഓഫ് ദി ഗിവൺ സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് ദ കോംപ്ലിമെന്റ് ഓഫ് എ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ യൂസിങ് എ ഇട്ടിട്ട് നമ്മളൊരു മുകളിലൊരു ഡാഷ് കൊടുക്കും. എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞിട്ട് ഇതിനെ വായിക്കുന്നത് എങ്ങനെയാണ്? എ കോംപ്ലിമെന്റ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ഓർ എ ഇട്ടിട്ട് മുകളിലൊരു റേസ്റ്റ് ടു സി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വായിക്കുന്നത് എന്ത് തന്നെയാണ്? എ കോംപ്ലിമെന്റ് തന്നെയാണ് വായിക്കുന്നത്. ആൻഡ് എ കോംപ്ലിമെന്റ് അല്ലെങ്കിൽ എ ഡാഷ് ഓർ എ റേസ്റ്റ് ടു സി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൺ ബൈ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് നിങ്ങൾ എന്ത് സബ്ട്രാക്ട് ചെയ്യണം? ആ ഗിവൺ സെറ്റിനെ സബ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എ കോംപ്ലിമെന്റ് അല്ലെങ്കിൽ എന്താണ് കോംപ്ലിമെന്റ് ഓഫ് എ ഗിവൺ സെറ്റ് എ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൺ ബൈ ദ ഡിഫറൻസ് ഓഫ് എ ഫ്രം യു. യുവിൽ നിന്ന് എ സബ്ട്രാക്ട് ചെയ്ത് കിട്ടുന്നതാണ് എന്ന് പറയുന്നത് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ നമ്മൾ ഡിഫറൻസ് പഠിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ഡെഫിനിഷൻ പറയാം. എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റ് മൈനസ് ക്യാപിറ്റൽ എ ആയിരിക്കും. യൂണിവേഴ്സൽ സെറ്റ് മൈനസ് ക്യാപിറ്റൽ. ഓക്കെ, അതായത് ഇത്രയുള്ള യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് നമ്മൾക്ക് തന്നിരിക്കുന്ന ഗിവൺ സെറ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. ബാക്കിയുള്ളതിന്റെ സെറ്റ്, ആ സെറ്റിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ എ കോംപ്ലിമെന്റ് അല്ലെങ്കിൽ കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ് എന്ന് പറയുന്നത് നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ദാറ്റ് ഈസ് എ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെന്റ് ഓഫ്, എവിടെ ഉള്ളതായിരിക്കണം അത്? എയുടെ കോംപ്ലിമെന്റ് ആവുന്ന നേരത്ത് അത് യുവിലുള്ളതായിരിക്കണം, യൂണിവേഴ്സൽ സെറ്റിനകത്ത് ഉള്ളതായിരിക്കണം എക്സ് എലമെന്റ് ഓഫ് യു. ഓക്കെ, ബട്ട് ഇറ്റ്സ് നോട്ട് ആൻ എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എ. ഓക്കെ, സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് നമുക്ക് എക്സ് സച്ച് ദാറ്റ് നമുക്ക് പറയാം എക്സ് എലമെന്റ് ഓഫ് യു ബട്ട് എക്സ് നോട്ട് ആൻ എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എ. ഈ കാണുന്നതാണ് എന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സൽ കോംപ്ലിമെന്റ് ഓഫ് എ ഗിവൺ സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് യൂണിവേഴ്സൽ സെറ്റിനകത്ത് ആ എലമെന്റ് ഉണ്ടായിരിക്കണം, പക്ഷെ ഇവിടെ ഉണ്ടാവാൻ പാടില്ല. ആ തന്നിരിക്കുന്ന ഗിവൺ സെറ്റിനകത്ത് ഉണ്ടാവാൻ പാടില്ല.
ഓക്കെ, അങ്ങനെയുള്ള എലമെന്റ്സുകളുടെ സെറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എ റേസ് ടു സി എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ എ റേസ് ഡാഷ് എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കും. സോ എ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് യു മൈനസ് എ, യുവിൽ നിന്ന് എ സബ്ട്രാക്ട് ചെയ്യുന്നതിന് ഈക്വൽ ആണ്. ഓക്കെ, അപ്പൊ എ കോംപ്ലിമെന്റ് നമുക്ക് കിട്ടി. വാട്ട് അബൌട്ട് ദ വെൻ ഡയഗ്രാം ഓഫ് ദിസ് എ കോംപ്ലിമെന്റ്? ഇറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ്. നമുക്ക് വെൻ ഡയഗ്രാം ചിലപ്പോൾ എ കോംപ്ലിമെന്റ് വെൻ ഡയഗ്രാം ചിലപ്പം എക്സാമിന് ചോദിക്കാറുണ്ട്. എൻട്രൻസ് എക്സാമിനൊക്കെ ചിലപ്പോൾ നമുക്ക് വെൻ ഡയഗ്രാം തന്നിട്ട് എ കോംപ്ലിമെന്റ് അല്ലെങ്കിൽ ഒരു കോംപ്ലിമെന്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള വെൻ ഡയഗ്രാംസ് നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് തന്നിരിക്കും. അത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ അതിനകത്ത് എ കോംപ്ലിമെന്റിന്റെ വെൻ ഡയഗ്രാം എന്താണ്, ആ എ കോംപ്ലിമെന്റിന്റെ വെൻ ഡയഗ്രാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, എന്താ നമുക്ക് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എപ്പോഴും വെൻ ഡയഗ്രാം വരയ്ക്കണമെങ്കിൽ വി മസ്റ്റ് ഹാവ് യൂണിവേഴ്സൽ സെറ്റ്, അല്ലെ? യൂണിവേഴ്സൽ സെറ്റ് ഉണ്ടായിരിക്കണം. അപ്പൊ ആ യൂണിവേഴ്സൽ സെറ്റിനെ നമ്മൾ എപ്പോഴും റെക്ടാംഗിൾ ഷേപ്പിലാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ റെക്ടാംഗിൾ ആയിട്ട് യൂണിവേഴ്സൽ സെറ്റിനെ ഞാൻ ഡിനോട്ട് ചെയ്തു. ഓക്കെ, ആൻഡ് there is a set capital A inside the universal set. അപ്പം എ എന്ന് പറയുന്ന സെറ്റ് യുവിനകത്തുള്ളതാണ്. കാരണം യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് എപ്പോഴും സൂപ്പർ സെറ്റ് ആയിരിക്കും, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സെറ്റാണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ എ എന്ന് പറയുന്നത് ഈ യൂണിവേഴ്സൽ സെറ്റിനകത്ത് കിടക്കുന്ന ഒരു സെറ്റാണ്. അപ്പോൾ ഇതിനെ ഞാൻ ക്യാപിറ്റൽ എ എന്നും പറഞ്ഞിട്ട് വിളിച്ചു. നമുക്ക് ഷെയ്ഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമുക്ക് ഡിഫൈൻ ചെയ്യേണ്ടത്, വെൻ ഡയഗ്രത്തിനകത്ത് ഡിഫൈൻ ചെയ്യേണ്ടത് എ കോംപ്ലിമെന്റ് ആണ്. വാട്ട് ഈസ് എ കോംപ്ലിമെന്റ്? നമ്മൾ മനസ്സിലാക്കണം. വാട്ട് ഈസ് എ കോംപ്ലിമെന്റ്? എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എയിൽ ഉണ്ടാവത്തില്ല, പക്ഷെ എവിടെ ഉണ്ടാവും? യുവിൽ ഉണ്ടാവും. അതായത് യു മൈനസ് എ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ യുവിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? എയുടെ പാർട്ട് ഒഴിവാക്കി ബാക്കിയുള്ള പാർട്ട്, യുവിൽ നിന്ന് എയുടെ പാർട്ട് ഒഴിവാക്കി ബാക്കിയുള്ള പാർട്ട്. അപ്പൊ ആ ബാക്കിയുള്ള പാർട്ടുകൾ നമുക്ക് എന്ത് ചെയ്യാം? ഷെയ്ഡ് ചെയ്യാം. ഇങ്ങനെ ഷെയ്ഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഇതെന്ന് പറയുന്നത് കോംപ്ലിമെന്റ് ഓഫ് എ ഗിവൺ സെറ്റ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഇതാണ് നമ്മുടെ എന്ന് പറയുന്നത് കോംപ്ലിമെന്റ് ഓഫ് എ. അപ്പൊ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പാർട്ടാണ് എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് റൈറ്റ് ദ വെൻ ഡയഗ്രാം, ഡ്രാ ദ വെൻ ഡയഗ്രാം ഓഫ് എ കോംപ്ലിമെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിതാ ഈ സൂര്യന്റെ ഷേപ്പിലുള്ള ഈ സാധനങ്ങൾ വെച്ച് ചുരുത്താൻ മാത്രം മതി. ഓക്കെ, അപ്പോൾ എ കോംപ്ലിമെന്റ് എന്നാണ് നമ്മൾ പറഞ്ഞു. അതിന്റെ ഡെഫിനിഷൻ നമ്മൾ ഇത് ഫോർമുല ആയിട്ട് പറഞ്ഞു, സെറ്റ് ബിൽഡർ ഫോർമുല പറഞ്ഞു, ആരോ ഡയഗ്രത്തിനകത്ത് ആരോ ഡയഗ്രത്തിലെ വെൻ ഡയഗ്രത്തിനകത്ത് നമ്മൾ റെപ്രസെന്റ് ചെയ്തു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു. What are the properties of complement of a set? ഒരു സെറ്റിന് അല്ലെങ്കിൽ ഒരു സെറ്റിന്റെ കോംപ്ലിമെന്റിന് എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ടാവും? സോ ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ദ പ്രോപ്പർട്ടീസ് ഓഫ് കോംപ്ലിമെന്റ്. കോംപ്ലിമെന്റിന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. വാട്ട് ഈസ് പ്രോപ്പർട്ടീസ് ഓഫ് കോംപ്ലിമെന്റ്? അതിനകത്ത് ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് എ കോംപ്ലിമെന്റ് ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എപ്പോഴും എക്ക് ഈക്വലായിട്ട് മാറും. അതായത് ഒരു സെറ്റിന്റെ കോംപ്ലിമെന്റ് എടുക്കുന്നു, അതിന് നമ്മൾ ഒന്നുകൂടി കോംപ്ലിമെന്റ് എടുക്കുകയാണെങ്കിൽ ദ ഒറിജിനൽ സെറ്റ് നമുക്ക് കിട്ടും. സോ എ കോംപ്ലിമെന്റ് ദ ഹോൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എന്താണ്? എക്ക് ഈക്വലായിട്ട് മാറും. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് നോക്കി. എക്സാമ്പിൾ വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. ഞാൻ യു എന്ന് പറയുന്ന സെറ്റ് ഞാൻ എടുക്കുന്നു. സെറ്റ് 1 2 3 4 5 6 ആയിട്ട് എടുക്കുന്നു. ഓക്കെ, എ എന്ന് പറയുന്ന സെറ്റ് ഞാൻ എടുക്കുന്നു 2 3 5 എന്ന് പറഞ്ഞെടുക്കുന്നു. 2 3 5 ഇത്ര എടുക്കുന്നു. ഓക്കെ, അതായത് 1 2 3 4 5 നിന്ന് നമ്മൾ പ്രൈം നമ്പേഴ്സ് ആയിട്ട് വന്നിരിക്കുന്ന 2 3 5 ഞാൻ എടുത്തിരിക്കുന്നു. വാട്ട് അബൌട്ട് എ കോംപ്ലിമെന്റ്? എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു യു മൈനസ് എ ആണ്. യുവിൽ നിന്ന് നമ്മൾ ആരെ ഒഴിവാക്കണം? എ ഒഴിവാക്കണം. അതായത് എയിലുള്ള എലമെന്റ്സുകൾ ഇവിടെ നമ്മൾ ഒഴിവാക്കണം. അപ്പം 2 3 5 പോയി. ബാക്കിയുള്ളത് ആരൊക്കെയാണ് ഇവിടെ? 1 4 6. നൗ ലെറ്റ്സ് ടേക്ക്, നമുക്ക് എന്ത് ചെയ്യാം? എ കോംപ്ലിമെന്റിന് നമുക്ക് വീണ്ടും ഒരു കോംപ്ലിമെന്റ് നമുക്ക് എടുത്തു നോക്കാം. വാട്ട് അബൌട്ട് എ കോംപ്ലിമെന്റ് ദ ഹോൾ കോംപ്ലിമെന്റ്? സോ എ കോംപ്ലിമെന്റ് ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറയുന്ന നേരത്ത് ഈ 1 4 6ന്റെ കോംപ്ലിമെന്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് 1 4 6 എന്ന് പറയുന്ന എലമെന്റ് യുവിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? എടുത്ത് കളയുക. അതിന് യു മൈനസ് എ എന്നാ പറഞ്ഞിരിക്കുന്നത്, അല്ലെ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. 1 4 6 നമ്മൾ ഇവിടെ യുവിൽ നിന്ന് നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് ബാക്ക് ആരൊക്കെയാണ് കിട്ടുന്നത്? 2 3 പിന്നെ 5. 1 4 6 പോയി. ബാക്കിയുള്ളത് 2 3 5. ഈ 2 3 5 എന്ന് പറയുന്നത് നമ്മൾ ഒറിജിനൽ സെറ്റ് എ അല്ലേ? സോ വി ക്യാൻ റൈറ്റ് എ കോംപ്ലിമെന്റ് ദ ഹോൾ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ, അല്ലെ? അല്ലെ നമുക്ക് വേറെ രീതിയിൽ നമുക്ക് പറഞ്ഞാൽ എ എന്ന് പറയുന്ന ബോയ്സിന് ഒരു ക്ലാസ് എടുത്തു. അപ്പൊ ബോയ്സിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടു. എ എന്താണ്? എയുടെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ബോയ്സിന്റെ കോംപ്ലിമെന്റ് ആണ്. ബോയ്സിന്റെ കോംപ്ലിമെന്റ് ഗേൾസ് കിട്ടി, അല്ലെ? ഇനി ഗേൾസിന്റെ കോംപ്ലിമെന്റ് ആരായിരിക്കും? ഗേൾസിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ആ ക്ലാസ്സിലെ സ്റ്റുഡൻസിൽ നിന്ന് ഗേൾസിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ടുന്ന ആര് തന്നെയാണ്? ബോയ്സിന് തന്നെയാണ് കിട്ടുന്നത്, അല്ലെ?
അപ്പം ഒരു സെറ്റിന്റെ കോംപ്ലിമെന്റിന് നമ്മൾ ഒന്നുകൂടി കോംപ്ലിമെന്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒറിജിനൽ സെറ്റ് നമുക്ക് കിട്ടും. അതാണ് ഇവിടുത്തെ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. സോ എ കോംപ്ലിമെന്റ് ദ ഹോൾ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു എ എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി. ഇനി നമുക്ക് അടുത്ത രണ്ടാമത് നമുക്ക് പഠിക്കാനുള്ളത് വാട്ട് അബൌട്ട് എ കോംപ്ലിമെന്റ് യൂണിയൻ എ. എ കോംപ്ലിമെന്റും എയും കൂടി നിങ്ങൾ യൂണിയൻ എടുക്കുക. ഈ ഒരു എക്സാമ്പിൾ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ നോക്കിയാണ്ടേ എ കോംപ്ലിമെന്റ് 146 ആണ്, എ എന്ന് പറയുന്നത് 235 ആണ്. ഇവര് തമ്മിലുള്ള യൂണിയൻ നിങ്ങൾ എടുത്തു നോക്കിയാണ്. യൂണിയൻ എന്ന് പറയുന്ന നേരത്തെ നമുക്കറിയാം എല്ലാ എലമെന്റ്സുകളും കൂടി ഒരുമിച്ചിട്ട് ഒറ്റ സെറ്റ് ആയിട്ട് എഴുതുന്നതാണ് നമ്മുടെ യൂണിയൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം 1 2 3 4 5 6, അതായത് 1 2 3 4 5 6 ഈ എല്ലാ എലമെന്റ്സുകളും വന്നു. ഈ 1 2 3 4 5 6 എന്ന് പറയുന്നത് ആരായിരുന്നു? നമ്മുടെ യൂണിവേഴ്സൽ സെറ്റില്. സോ വി ക്യാൻ സേ ദാറ്റ് എ കോംപ്ലിമെന്റ് യൂണിയൻ എ എന്ന് പറയുന്നത് എപ്പോഴും യൂണിവേഴ്സൽ സെറ്റിന് ഈക്വൽ ആയിട്ട് മാറും. ഓക്കെ, തിരിച്ച് അതേ കണക്ക് നമുക്ക് അവിടെ ഇന്റർസെക്ഷൻ കൂടെ നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ്. എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് വാട്ട് അബൌട്ട് എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ്? ലെറ്റ്സ് ലുക്ക് അറ്റ് ദ എക്സാമ്പിൾ. നമുക്ക് ആ എക്സാമ്പിൾ നമുക്ക് നോക്കാൻ നേരത്തെ നമുക്ക് മനസ്സിലാവും. എയും എ കോംപ്ലിമെന്റും തമ്മിൽ ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആയിട്ടുള്ള എലമെന്റ്സിനെയാണ് നമ്മൾ ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്. എയും എ കോംപ്ലിമെന്റും തമ്മിൽ കോമൺ ആയിട്ട് എന്തെങ്കിലും എലമെന്റ്സുകൾ ഉണ്ടോ നോക്കിയാണ്? ഏതെങ്കിലും എലമെന്റ്സുകൾ കോമൺ ആയിട്ടുണ്ടോ? ഇല്ല. സോ ഒരു എലമെന്റും ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ആ കാണുന്ന സെറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് 5 ഉപയോഗിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ നൾ സെറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ്. സോ എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് നൾ സെറ്റ് ആണ്. എ യൂണിയൻ എ കോംപ്ലിമെന്റ് അല്ലെങ്കിൽ എ കോംപ്ലിമെന്റ് യൂണിയൻ എ എന്ന് പറയുന്നത് എപ്പോഴും യൂണിവേഴ്സൽ സെറ്റിന് ഈക്വൽ ആയിട്ട് മാറും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ലോ ഓഫ് കോംപ്ലിമെന്റ്സ് എന്നാണ് വിളിക്കുന്നത്. ലോ ഓഫ് കോംപ്ലിമെന്റ്സ്. ഓക്കെ, അല്ലെങ്കിൽ കോംപ്ലിമെന്റ് ലാസ് എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കും. കോംപ്ലിമെന്റ് ലാസ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡിമോർഗൻസ് ലാ. ഓക്കെ, ഡിമോർഗൻസ് ലാ. വാട്ട് അബൌട്ട് ഡിമോർഗൻസ് ലാ? ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ഇൻ ദിസ് സെക്ഷൻ. ഈ സെഷനകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലായാണ് ഡിമോർഗൻസ് ലാ. എന്താണ് ഡിമോർഗൻസ് ലാ? ഡിമോർഗൻസ് ലാ ഡിമോർഗൻസ് ലാ പറയുന്നത് ഇതാണ്. നമ്മള് രണ്ട് സെറ്റ് നിങ്ങളുടെ കയ്യിലുണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു യൂണിവേഴ്സൽ സെറ്റും ഉണ്ട്. ഓക്കെ, ഫൈൻ. ഇപ്പൊ രണ്ട് സെറ്റ് ഞാൻ പറയുന്നു, എയും ബിയും രണ്ട് സെറ്റ് ഉണ്ട്. ഓക്കെ, എയും ബിയും രണ്ട് സെറ്റ് ഉണ്ടെങ്കിൽ അവയുടെ യൂണിയന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്, എ യൂണിയൻ ബി എന്ന് പറയുന്ന ആ രണ്ടും കൂടി യൂണിയൻ ആയിട്ട് എടുത്തിരിക്കുന്ന ആ വലിയ സെറ്റിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് വിച്ച് വിൽ ബി ഈക്വൽ ടു, അത് ആർക്ക് ഈക്വൽ ആവുന്ന പറഞ്ഞിരിക്കുന്നത്? എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഈക്വൽ ആയിട്ട് മാറും. അപ്പൊ എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. മനസ്സിലാക്കാൻ നമുക്കൊരു എളുപ്പവഴിയുണ്ട്. ഈ യൂണിയൻ എന്ന് പറയുന്നത് ഈ ബ്രാക്കറ്റിനകത്ത് കിടക്കുകയാണ്. എ യൂണിയൻ ബി എന്ന് പറയുന്ന ബ്രാക്കറ്റിനകത്ത് കിടക്കുകയാണ്. അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഓരോന്നിന്റെയും കോംപ്ലിമെന്റ് എടുത്തിട്ട് ഇന്റർസെക്ഷൻ കൊടുക്കണം. അത് നമ്മൾ വെർബലായിട്ട് പറയുകയാണെങ്കിൽ കോംപ്ലിമെന്റ് ഓഫ് യൂണിയൻ ഓഫ് ടു സെറ്റ്സ് ഈസ് ഈക്വൽ ടു ദ ഇന്റർസെക്ഷൻ ഓഫ് ദെയർ കോംപ്ലിമെന്റ്സ്. ആ രണ്ട് സെറ്റുകളുടെ കോംപ്ലിമെന്റ്സിന്റെ ഇന്റർസെക്ഷൻ ആയിരിക്കും രണ്ട് സെറ്റുകൾ തമ്മിലുള്ള യൂണിയന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ രണ്ട് സെറ്റുകൾ തമ്മിലുള്ള യൂണിയന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ഇന്റർസെക്ഷൻ ഓഫ് ദെയർ കോംപ്ലിമെന്റ്സ്, ആ കാണുന്ന രണ്ട് സെറ്റുകളുടെ കോംപ്ലിമെന്റ്സിന്റെ ഇന്റർസെക്ഷൻ ഈക്വൽ ആയിട്ട് മാറും. സോ എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഓക്കെ, ദിസ് ലോ ഈസ് നോൺ ആസ് De Morgan's law. This can be applied reversely also. നമുക്ക് തിരിച്ചും നമുക്ക് പറയാം. അതായത് തിരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആണെങ്കിൽ നമുക്ക് ഇവിടെ എഴുതാം എ ഇന്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ്. അതായത് രണ്ട് സെറ്റുകളുടെ ഇന്റർസെക്ഷന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു ദ യൂണിയൻ ഓഫ് ദെയർ കോംപ്ലിമെന്റ്സ്. തിരിച്ച് നമ്മൾ പറയും. ഇവിടെ ഇന്റർസെക്ഷൻ വരികയാണെങ്കിൽ ഇവിടെ യൂണിയൻ പറയണം. ഇവിടെ ഈ ബ്രാക്കറ്റിനകത്ത് യൂണിയൻ പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ പുറത്ത് എന്ത് ചെയ്യണം? ഇന്റർസെക്ഷൻ പറയണം. അപ്പൊ നമുക്കിവിടെ എ ഇന്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. ദീസ് ടു law is known as De Morgan's law എന്നറിയപ്പെടും.
ഓക്കെ. സോ ഡിമോർഗൻ എന്ന് പറയുന്ന ഒരു മാത്തമെറ്റീഷ്യൻ, അദ്ദേഹത്തിന്റെ പേരിലാണ്, അദ്ദേഹം കണ്ടുപിടിച്ചതായതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ ലാ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടി അറിയപ്പെടുന്നത്. സോ എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റും എ ഇന്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റും. ശ്രദ്ധിക്കുക, ഇതിനകത്ത് യൂണിയൻ വന്നിരിക്കുകയാണെങ്കിൽ പുറത്ത് ഇന്റർസെക്ഷൻ, ഇവിടെ ഇന്റർസെക്ഷൻ വന്നിരിക്കുന്നെങ്കിൽ പുറത്ത് യൂണിയൻ. ഓക്കെ, ഇത് ഓർത്ത് വെച്ചേക്കുക. ഇത് വെരിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ നമ്മുടെ സ്ഥിരം പാറ്റേൺ ക്വസ്റ്റ്യൻസിനകത്ത് പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമ്മൾ ഇത് ഈ ഡിമോർഗൻസ് ലാ വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ക്വസ്റ്റ്യൻസ്, നമുക്ക് അത് പ്രോബ്ലം പാർട്ടിനകത്ത് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഡിമോർഗൻസ് ലാ നല്ലപോലെ തന്നെ മനസ്സിലാക്കി വെച്ചിരിക്കുക. എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് intersection B complement and A intersection B the whole complement is equal to A complement union B complement. Okay, and finally one more law is there, that is law of null set, law of universals. അതായത് നൾ സെറ്റിന്റെ കോംപ്ലിമെന്റും എന്താണ് യൂണിവേഴ്സൽ സെറ്റിന്റെ കോംപ്ലിമെന്റ്, അതായത് ലാസ് ഓഫ് എം ഡി സെറ്റ് ആൻഡ് യൂണിവേഴ്സൽ സെറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ദാറ്റ് ഈസ് നമുക്കത് മൂന്നാമത്തെ അല്ലെങ്കിൽ നാലാമത്തെ പ്രോപ്പർട്ടിയുടെ നമുക്ക് പറയാം. ഫൈയുടെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എപ്പോഴും യു ആയിരിക്കും. ഫൈയുടെ കോംപ്ലിമെന്റ് എപ്പോഴും എന്തായിരിക്കും? യൂണിവേഴ്സൽ സെറ്റ് ആയിരിക്കും. തിരിച്ച് യൂണിവേഴ്സൽ സെറ്റിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എപ്പോഴും ഫൈ ആയിരിക്കും. കാരണം യൂണിവേഴ്സൽ സെറ്റിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ യു മൈനസ് യു ആയിട്ട് മാറും. യു മൈനസ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ആരും ഇല്ല. ദാറ്റ് ഇസ് നൾ സെറ്റ്. ഫൈ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് യു മൈനസ് നൾ സെറ്റ് ആണ്. നൾ സെറ്റ് എന്ന് പറയുന്നത് ആരും ഇല്ലാത്തതാണ്. അപ്പൊ യു മൈനസ് നൾ സെറ്റ് എടുക്കുകയാണെങ്കിൽ ആര് തന്നെ വരും? യു തന്നെ വരും. അപ്പൊ അതുകൊണ്ട് ഫൈ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് യുവും യു കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഫൈയുമാണ്. ദിസ് ആർ നോൺ ആസ് ലാസ് ഓഫ് എം ഡി സെറ്റ് ആൻഡ് യൂണിവേഴ്സൽ സെറ്റ്. ഓക്കെ, ഇതാണ് നമുക്ക് എന്തെന്ന് പറയുന്നത് ഇവിടെ പ്രോപ്പർട്ടീസ് ഓഫ് കോംപ്ലിമെന്റ് അല്ലെങ്കിൽ ലാസ് ഓഫ് കോംപ്ലിമെന്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇത്രയാണ്. അപ്പൊ കോംപ്ലിമെന്റ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട, വാട്ട് ഈസ് ദ കോംപ്ലിമെന്റ് ഓഫ് എ ഗിവൺ സെറ്റ്? ഒരു സെറ്റിന്റെ കോംപ്ലിമെന്റ് എന്താണ്? എപ്പോഴും ശ്രദ്ധിക്കുക, കോംപ്ലിമെന്റ് പറയണമെങ്കിൽ വി മസ്റ്റ് ഹാവ് ദ യൂണിവേഴ്സൽ സെറ്റ്. നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ഡിഫൈൻ ചെയ്യത്തുള്ളൂ? കോംപ്ലിമെന്റ് ഡിഫൈൻ ചെയ്യത്തുള്ളൂ. ഓക്കെ, എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് യു മൈനസ് എക്ക് ഈക്വൽ ആണ്. നമ്മൾ അതിന്റെ വെൻ ഡയഗ്രം നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മൾ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു. എ കോംപ്ലിമെന്റ് ദ ഹോൾ കോംപ്ലിമെന്റ്, ഇറ്റ് ഈസ് നോൺ ആസ് ലോ ഓഫ് ഡബിൾ കോംപ്ലിമെന്റ്സ്. ഓക്കെ, ലോ ഓഫ് ഡബിൾ കോംപ്ലിമെന്റ്സ്. അപ്പൊ ഇതാണ് നമുക്ക് 1, 2, 3, 4 പ്രോപ്പർട്ടീസ് ഉണ്ട്. ഈ 4 പ്രോപ്പർട്ടീസ് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. ഇത് വെരിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് സാധാരണ ചോദിക്കാറുണ്ട്. എൻട്രൻസ് എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2-3 റിസൾട്ട്സുകളാണ്. ഒന്ന് പറയുന്നത് ഈ കാണുന്നതും ഇത് രണ്ടും, അതിനുശേഷം ഇത് രണ്ടും, അതേപോലെ തന്നെ ഇത്, പിന്നെ ഇത് നമുക്ക് വെരിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് നമുക്ക് ചോദിക്കുന്നത്. പക്ഷെ ഇതിന് ആപ്ലിക്കേഷൻസ് നമുക്ക് ഏതിനകത്ത് ഉണ്ടാവും? എൻട്രൻസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻസിനകത്ത് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് കോംപ്ലിമെന്റ് ഓഫ് എ ഗിവൺ സെറ്റ്. നെക്സ്റ്റ് നമ്മുടെ ഡിമോർഗൻസ് ലാ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അതിന്റെ കുറച്ച് വെരിഫിക്കേഷന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനു മുമ്പ് നമുക്ക് ഈ ഡിമോർഗൻസ് ലായുടെ ഒരു ആപ്ലിക്കേഷൻ, അതായത് ഒരു വെൻ ഡയഗ്രം വരയ്ക്കുന്ന ആപ്ലിക്കേഷൻ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്, ഡ്രാ ദ വെൻ ഡയഗ്രാം ഓഫ് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ്, അല്ലെങ്കിൽ എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ഇന്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ്. ഓക്കെ, എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. ഇതെല്ലാം നമുക്ക് നോക്കാം. സോറി, ഇവിടെ എ ഇന്റർസെക്ഷൻ, എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്, ഇവിടെ എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. അപ്പോൾ ഞാൻ ഈ ഒരു കേസും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അങ്ങ് എടുക്കാൻ പോവുകയാണ്. ഓക്കെ, നമുക്കറിയാം ആദ്യം നമുക്ക് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ്, അതിന്റെ വെൻ ഡയഗ്രം നമുക്കൊന്ന് വരച്ചു നോക്കാം. ഓക്കെ, ഞാൻ യൂണിവേഴ്സൽ സെറ്റ്, ഇപ്പൊ വെൻ ഡയഗ്രം ഇപ്പം വരയ്ക്കുമ്പോൾ നമുക്ക് ആര് വേണം? യൂണിവേഴ്സൽ സെറ്റ് വേണം. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് വെൻ ഡയഗ്രത്തിനകത്ത് നമ്മൾ റെക്ടാംഗിൾ ഷേപ്പിലാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ അത് നമ്മൾ യു എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തു. ഓക്കെ, ഇനി നമുക്കുള്ളത് അവിടെ എ എന്ന് പറയുന്ന ഒരു സെറ്റും ഉണ്ട്, പിന്നെന്തുണ്ട്? ബി എന്ന് പറയുന്ന മറ്റൊരു സെറ്റും ഉണ്ട്. സോ ഇവിടെ എ, ഇവിടെ ബി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ്? എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ യൂണിയൻ ബിയുടെ പാർട്ട് നമ്മൾ എന്ത് ചെയ്യണം? യുവിൽ നിന്ന് നമ്മൾ എടുത്ത് മാറ്റണം. ബാക്കിയുള്ള പാർട്ട്, ശേഷിക്കുന്ന പാർട്ട് എന്താണോ അതാണ് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ അതനുസരിച്ച് നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ എ യൂണിയൻ ബി ആണെങ്കിൽ നമുക്കറിയാം ഈ കാണുന്ന പാർട്ടുകൾ, എയുടെയും ബിയുടെയും പാർട്ടുകൾ എല്ലാം കൂടി ചേർന്നുകൊണ്ട് ഇത്രയും പാർട്ട് നമുക്കിവിടെ വരും. ശരിയാണ്.
അപ്പൊ ഇതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുന്ന നേരത്ത് എയുടെ പാർട്ടും ബിയുടെ പാർട്ടും അല്ലാതെ യുവിൽ എന്തൊക്കെ പാർട്ടുണ്ടോ അതാണ് നമുക്ക് ഇവിടെ വരയ്ക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ വരയ്ക്കാം എന്താ, എയുടെയും ബിയുടെയും പാർട്ടുകൾ ഒഴിച്ച് ബാക്കിയുള്ള പാർട്ടുകൾ നമ്മൾ എന്ത് ചെയ്യാം, ഇങ്ങനെ വരയ്ക്കാം. അപ്പൊ ഇതെന്ന് പറയുന്ന ആരുടെ ഗ്രാഫാണ്, എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റിന്റെ ഗ്രാഫാണ്. ചിലപ്പോൾ എക്സാമിന് നമുക്ക് ചോദിക്കുന്നത് എങ്ങനെയാണ്, what is or sorry, draw the Venn diagram for the set A complement intersection B complement. അതായത് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെൻ ഡയഗ്രം വരയ്ക്കാനായിരിക്കും നമുക്ക് എക്സാമിന് ചോദിക്കുന്നത്. ഓക്കെ, എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെൻ ഡയഗ്രം. ഓക്കെ, അങ്ങനെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെൻ ഡയഗ്രം എന്ന് പറയുന്ന നേരത്ത് നമുക്ക് അറിയാം, we know that by De Morgan's law A complement intersection B complement which is equivalent to A union B the whole complement. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, അത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് എക്സാമിന്റെ ക്വസ്റ്റിനകത്ത് ഇങ്ങനെ മാത്രമേ കാണത്തുള്ളൂ, ഡ്രോ ദ വെൻ ഡയഗ്രം ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. അപ്പൊ നമ്മൾ മനസ്സിൽ വരണം, എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് നമ്മളെ ഡിമോർഗൻസ് ലോ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പറയാം ഇറ്റ് ഈസ് ഈക്വലന്റ് ടു എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ്. അപ്പൊ എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റിന്റെ വെൻ ഡയഗ്രം നമുക്ക് വരയ്ക്കാൻ അറിയാം. എയുടെയും ബിയുടെയും പാർട്ട് ഒഴിച്ച് ബാക്കിയുള്ള പാർട്ടുകൾ നമ്മൾ യുവിൽ ഷെയ്ഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റിന്റെ ഗ്രാഫും അല്ലെങ്കിൽ വെൻ ഡയഗ്രം എന്ന് പറയുന്നതും രണ്ടും സെയിം ആയിരിക്കും. അതേ കണക്കാണ് ഇവിടെ എ ഇന്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് അല്ലെങ്കിൽ എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് രണ്ടിനും ഒറ്റ ഗ്രാഫ് തന്നെയാണ്, അല്ലെങ്കിൽ ഒറ്റ വെൻ ഡയഗ്രം തന്നെയാണ്. അവിടെ നമ്മൾ ചെയ്യുന്നത്, ആദ്യം നമ്മൾ വെൻ ഡയഗ്രം വരയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, റെക്ടാംഗിൾ നമ്മൾ വരച്ചു അല്ലെ, അവിടെ യു നമ്മൾ കൊടുത്തു. യു നമ്മൾ കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് എന്താണ്, രണ്ട് സെറ്റുകൾ നമുക്ക് എന്തായാലും വേണം, എയും നമ്മൾ കൊടുത്തു ബിയും കൊടുത്തു. സോ ഇവിടെ എ ഉണ്ട്, ഇവിടെ ബി ഉണ്ട്. വാട്ട് അബൌട്ട് എ ഇന്റർസെക്ഷൻ ബി? എ ഇന്റർസെക്ഷൻ ബിയുടെ പാർട്ട് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് എ ഇന്റർസെക്ഷൻ ബിയുടെ പാർട്ട് എന്ന് പറയുന്നത്. അതായത് എയുടെയും ബിയുടെയും കോമൺ ആയിട്ടുള്ള പാർട്ട്. അങ്ങനെ എയുടെയും ബിയുടെയും കോമൺ ആയിട്ടുള്ള പാർട്ട് ഇതുണ്ടെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്, എ ഇന്റർസെക്ഷൻ ബിയുടെ കോംപ്ലിമെന്റ്. അപ്പോൾ ആ പാർട്ട് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ പാർട്ടുകളും നമ്മൾ എന്ത് ചെയ്യണം, ഷെയ്ഡ് ചെയ്യണം. ഈ രീതിയില് ഇവിടെ ഇങ്ങനെ വരെ വരണം. ഓക്കെ, ഇതിനകത്തുള്ള ആ ചെറിയൊരു പാർട്ട് അല്ലെ, ആ എ ഇന്റർസെക്ഷൻ ബിയുടെ പാർട്ട് എന്ന് പറയുന്നത് അതൊഴിച്ച് ബാക്കിയുള്ള എല്ലാ പാർട്ടുകളും എവിടെ വരുന്നുണ്ട്, നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ എ ഇന്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെന്റിനകത്ത് വരുന്നുണ്ട്. ഞാൻ എ ഇന്റർസെക്ഷൻ ബിയുടെ പാർട്ട് അറിയുന്നതിന് വേണ്ടി ഞാൻ എ ഇന്റർസെക്ഷൻ ബി ഈ ചുവപ്പ് ഷെയ്ഡ് കൊണ്ട് ഞാൻ റെപ്രസെന്റ് ചെയ്യണം. ഓക്കെയാണ്, ഈ കാണുന്നു പറയുന്നത് ഇപ്പോൾ ഇത് എ ഇന്റർസെക്ഷൻ ബി. ഓക്കെ, ഇനി നമ്മൾ ഈ ബ്ലാക്കിൽ നമ്മൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത് അത് എ ഇന്റർസെക്ഷൻ ബിയുടെ കോംപ്ലിമെന്റ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് ഈക്വലന്റ് ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് എക്സാമിന് ചോദിക്കുന്നത് ചിലപ്പോൾ ഡ്രാ ദ വെൻ ഡയഗ്രം ഫോർ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്നോ അല്ലെങ്കിൽ എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്നോ ആയിരിക്കും നമുക്ക് എക്സാമിന് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡിമോർഗൻസ് ലോ അനുസരിച്ച് നമുക്ക് ഇത് രണ്ടും എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ആണെന്നും, ഇനി എ ഇന്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ആണ് എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്നുള്ള ഐഡിയ നമ്മുടെ മനസ്സിലുണ്ടാവും. എന്നിട്ട് അത് ഉപയോഗിച്ച് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും വെൻ ഡയഗ്രം വരയ്ക്കാൻ ഒക്കും. ഓക്കെ, അതേ കണക്ക് നമുക്ക് ഇനി രണ്ട് കാര്യങ്ങളും കൂടി ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഇതിനോടൊപ്പം തന്നെ മീൻസ് എന്താണ്, രണ്ട് റിസൾട്ടുകളാണ്. ഒന്നെന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്, എ യൂണിയൻ എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് അത് യൂണിവേഴ്സൽ സെറ്റിന് ഈക്വൽ ആണ്. എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് നൾ സെറ്റിന് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ഫൈവ് കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ഇ? ഓൾറെഡി നമ്മൾ നേരത്തെ പ്രോപ്പർട്ടീസിനകത്ത് നമ്മൾ പഠിച്ചാണ്. ഫൈവ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്താണ്, നൾ സെറ്റിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുന്ന ആരാണ്? നൾ സെറ്റിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുന്ന ആരാണ്? യൂണിവേഴ്സൽ സെറ്റ് ആണ്. അപ്പൊ ഈ നൾ സെറ്റിന്റെ കോംപ്ലിമെന്റിന് വരെ നമുക്ക് ആര് കൊടുക്കാം? യൂണിവേഴ്സൽ സെറ്റ് കൊടുക്കാം. ഇന്റർസെക്ഷൻ ഇനി ആരുണ്ട്? എ ഉണ്ട്. എന്തായാലും എ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റിന്റെ ഒരു സബ്സെറ്റ് ആണ്. കാരണം യുവിനകത്തുള്ള ഒരു സെറ്റാണ് എ എന്ന് പറയുന്നത്. അപ്പം എ എന്ന് പറയുന്നത് യുവിന്റെ ഒരു സബ്സെറ്റ് ആണെങ്കിൽ യൂണിവേഴ്സൽ സെറ്റ് ഇന്റർസെക്ഷൻ എ എന്ന് പറയുന്നത് എപ്പോഴും ആർക്ക് ഈക്വലായിട്ട് മാറും? എക്ക് ഈക്വലായിട്ട് മാറും. സോ ഫൈവ് കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ എ എന്ന് പറയുന്നത് ആർക്ക് ഈക്വലാണ്? എക്ക് ഈക്വലാണ്. അതേ കണക്ക് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് അവിടെ ഉണ്ട്, യു കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ഇ. വാട്ട് ഈസ് യു കോംപ്ലിമെന്റ്? യു കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം നൾ സെറ്റ് ആണ്.
ഓക്കെ, നൾസെറ്റ് ഇന്റർസെക്ഷൻ എ എന്ന് പറയുന്നത് നൾസെറ്റ് ആരുമായിട്ട് ഇന്റർസെക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് നൾസെറ്റ് തന്നെ ആയിരിക്കും. ഓക്കെ, സോ അപ്പൊ നൾസെറ്റ് ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് നൾസെറ്റിനെ തന്നെ ഈക്വൽ ആയിട്ട് മാറും. അപ്പൊ ഇതൊക്കെ നമുക്ക് എൻട്രൻസ് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്, എൻട്രൻസിനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് എക്സാമിന് നമുക്ക് ചിലപ്പോൾ 1 മാർക്കിന് ചിലപ്പം എന്താണ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ടോ നമുക്ക് അല്ലെങ്കിൽ എന്താണ് മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ടൊക്കെ നമുക്ക് ചിലപ്പോൾ എക്സാമിന് ചോദിച്ചാലായി. അപ്പോൾ ഇങ്ങനെയുള്ള റിസൾട്ടുകൾ നമ്മൾ എന്താണ് അത് നെഗ്ലക്ട് ചെയ്ത് വരരുത്. ഈ റിസൾട്ടുകളെല്ലാം നമ്മൾ നല്ലതുപോലെ എഴുതി പഠിച്ചു വെച്ചേക്കണം. ഓക്കെ.